നമസ്കാരം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഏത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഇനി നമുക്ക് പി ബ്ലോക്കും ഡി ബ്ലോക്കും എഫ് ബ്ലോക്കിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പം അതിൽ പി ബ്ലോക്കും എഫ് ബ്ലോക്കും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഡി ബ്ലോക്കിൽ കുറച്ചും കൂടി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. അതിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചത് തന്നെയാണ്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. എന്നാൽ നമുക്ക് ബ്രീഫായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, നിങ്ങൾ പറഞ്ഞു ഏത് ഗ്രൂപ്പ് മുതലാണ് പി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് ഗ്രൂപ്പ് മുതൽ? 13th ഗ്രൂപ്പ് മുതൽ. ഏത് ഗ്രൂപ്പ് വരെയാണ്? 18th ഗ്രൂപ്പ് വരെയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഴുതാം ഗ്രൂപ്പ്. ഓക്കെ, ഏത് ഗ്രൂപ്പ് മുതൽ? ഗ്രൂപ്പ് 13 മുതൽ ഏത് വരെയാണ്? 18 വരെയാണ് വരിക. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ എസ് ബ്ലോക്കിലും പറഞ്ഞതാണ്, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം പൊതുവായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കേസിൽ NS1 എന്ന് എഴുതി, സെക്കൻഡ് ഗ്രൂപ്പിന്റെ കേസിൽ NS2 എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി ബ്ലോക്കിന്റെ കേസിൽ എങ്ങനെ എഴുതാം നോക്കാം. കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബോറോണിന്റെ കേസിൽ 1s2 2s2 2p1 ആണ് വരും. അടുത്തത് കാർബണിന്റെ കേസിൽ എന്താണ്? 1s2 2s2 2p21. അപ്പൊ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഈ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ മീൻസ് രണ്ടാമത്തെ പീരിയഡിലുള്ള പി ബ്ലോക്കാണ് ഞാൻ അവിടെ എലമെന്റ്സ് ആണ് എഴുതുന്നത്. അതിൽ ബോറോൺ, കാർബൺ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് എലമെന്റ് ആയ ഒരു നിയോൺ, അവിടെ 1s2 2s2 2p6 എന്ന് വരും. എനിക്ക് ബാഹ്യതമ ഷെല്ല് മാത്രം മതി. ഓക്കെ ആണല്ലോ. ഷെൽ നമ്പർ എല്ലാത്തിലും സെയിം ആണല്ലോ. അവസാനത്തെ ഷെൽ എല്ലാത്തിലും സെയിം ആണല്ലോ. ആണ്. അപ്പൊ ഞാൻ അവസാനത്തെ ഷെല്ലിനെ എന്ന് സൂചിപ്പിക്കുന്നു. എസിൽ എല്ലാത്തിലും എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. എല്ലാത്തിലും ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ എല്ലാത്തിലും 2 ഇലക്ട്രോൺ. അപ്പൊ പൊതുവായിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? NS2 എന്ന് എഴുതാം. അവസാനത്തത് പി എന്ന് പറയുമ്പോൾ NP തന്നെ. NN 2 വ്യത്യാസമില്ലല്ലോ. NP എന്ന് എഴുതി. പിയില് 1 ഇലക്ട്രോൺ ഉണ്ട്, 2 ഉണ്ട്, അടുത്തതിൽ 3 വരും, അടുത്തതിലോ 4, അടുത്തതിൽ 5, ലാസ്റ്റത്തിൽ 6. നമുക്ക് അറിയുന്നതാണ് പി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ വരെ എന്നറിയാം? 6 ഇലക്ട്രോണുകൾ വരെ എന്നറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോ പിയില് 1 മുതൽ 6 വരെ എന്നറിയാം. ഓക്കെ, അതായത് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP 1 to 6 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഒരു അഡീഷണൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തൊന്നും ആ കാര്യമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ വാലൻസ് അങ്ങനെ ആയിക്കോട്ടെ, വാലൻസ് ഇലക്ട്രോണിക്. ഓക്കെ, വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? NS2 NP 1 to 6 എന്ന് എഴുതാം. അതായത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം പൊതുവായി നമുക്ക് എങ്ങനെ എഴുതാം? NS2 NP 1 to 6 എന്ന് എഴുതാം. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ ഈ ബ്ലോക്ക് നോക്കിയാൽ മനസ്സിലാവുക. നമുക്കറിയാം ഈ കാർബൺ ആരാണ്? കാർബൺ ഇസ് സോളിഡ്. സിലിക്കൺ എന്താണ്? സോളിഡ് ആണ്. ഫോസ്ഫറസ് എന്താണ്? സോളിഡ് ആണ്. സൾഫർ എന്താണ്? സോളിഡ് ആണ്. നിങ്ങൾ നോക്കൂ, ഗാലിയം എന്ന് പറയുന്ന ആൾ എന്താണ്? ലിക്വിഡ് ആണ്. ബ്രോമിൻ എന്ന് പറയുന്ന ആൾ എന്താണ്? ലിക്വിഡ് ആണ്. എന്നാൽ നൈട്രജൻ ഗ്യാസ് ആണ്, ഓക്സിജൻ ഗ്യാസ്, ഫ്ലൂറിൻ, ഹീലിയം, ക്ലോറിൻ, ആർഗൺ, ക്രിപ്റ്റോൺ ഇവരൊക്കെ എന്താണ്? ഗ്യാസസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പി ബ്ലോക്കില് ഏതൊക്കെ ടൈപ്പ് എലമെന്റ്സ്, ഏതൊക്കെ സ്റ്റേറ്റിലുള്ള എലമെന്റുകൾ ഉണ്ട്, ഏതൊക്കെ അവസ്ഥയിലുള്ള എലമെന്റുകൾ ഉണ്ട്, ഏതൊക്കെയാണ്? സോളിഡിലുണ്ട്, ലിക്വിഡിലുണ്ട്, ഗ്യാസസിലുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഖരം, ദ്രാവകം, വാതക, ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള മൂലകങ്ങൾ ഏത് ബ്ലോക്കിലുണ്ട്? പി ബ്ലോക്കിലുണ്ട്. ഓക്കെ, അതായത് സോളിഡ് കോമ ലിക്വിഡ്, മലയാളത്തിൽ എഴുതും ലിക്വിഡ് കോമ gaseous elements are included in this block. അതായത് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുള്ള മൂലകങ്ങൾ ഈ ബ്ലോക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം നൈട്രജനും ഓക്സിജനും ഫ്ലൂറിനും ഇവരൊക്കെ എന്താണ്? അലോഹങ്ങളാണ്, നോൺ മെറ്റൽസ് ആണ്. ഓക്കെ, അലുമിനിയം എന്താണ്? മെറ്റലാണ്. ഗാലിയം മെറ്റലാണ്, ടിന്നിലെ മെറ്റലാണ്. ഓക്കെ, ഇൻഡിയം മെറ്റലാണ്, ലെഡ്, താലിയം ഇവരൊക്കെ എന്താണ്? മെറ്റൽസ് ആണ്. And the box in an Silicon, Germanium, arsenic, antimony,
ടെലൂറിയം, പൊളോണിയം, അസ്റ്റാറ്റിൻ. അവർ നിങ്ങൾ നോക്കുക, അവർ മെറ്റലോയിഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ മലയാളത്തിൽ ഉപലോഹങ്ങൾ എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? അതായത് അവര് ലോഹത്തിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്, അലോഹത്തിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയത്? അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞു. ഇപ്പോഴെന്താ മനസ്സിലാക്കാൻ പറ്റിയത്? ഇതിനകത്ത് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതൊരു ഒരു ബെൽറ്റ് ആയിട്ട്, ഒരു അതിർത്തിയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഈ സൈഡില് നോൺ മെറ്റൽസും ഇതിന്റെ താഴത്തെ സൈഡില് ആരാണ്? മെറ്റൽസും ആണ്. ഈ ബോക്സിനകത്ത് എഴുതിയ ആൾക്കാർ മാത്രം എന്താണ്? മെറ്റലോയിഡ്സ്. ഓക്കെ, അതായത് നമുക്ക് എന്ത് പറയാം? ഇതില് ആരൊക്കെയുണ്ട്? യെസ്, ഏതൊക്കെ ടൈപ്പ് ആരൊക്കെയാണ് വരിക? മെറ്റൽസ് ഉണ്ട്, പിന്നെ ആരാണുള്ളത്? നോൺ മെറ്റൽസ് ഉണ്ട്, പിന്നെ ആരും കൂടിയാണുള്ളത്? മെറ്റലോയിഡ്സ്. ഓക്കെ, നേരത്തെ ഈ ബ്ലോക്കില് പി ബ്ലോക്ക് ഇൻക്ലൂഡ്സ് ഓർ ഇറ്റ് കൺസിസ്റ്റ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. മലയാളത്തിൽ പറഞ്ഞാല് ഈ ബ്ലോക്കില് ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്നുകൂടി നോക്കുക. ഈ റെഡ് ഇങ്കിൽ എഴുതിയിരിക്കുന്ന ആൾക്കാരൊക്കെ എന്താണെന്നറിയോ? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. ഈ ഗ്രീനിൽ എഴുതിയിരിക്കുന്ന രണ്ടുപേർ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ബ്ലാക്കിൽ എഴുതിയിരിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. ഏറ്റവും താഴെയിൽ ഇവരുണ്ടല്ലോ, ഏറ്റവും താഴെയുള്ള ആൾക്കാർ ഈ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കുറച്ച് ടേംസ് കുറച്ച് എന്താണ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, കുറച്ച് എന്താണ് കട്ടിയുള്ള പേരുകളാണ്. അപ്പൊ ഇവരൊക്കെ എന്താണെന്ന് പറയുക? ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്, മനുഷ്യനിർമ്മിതമാണ്, ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് മനസ്സിലാക്കി? സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാഷ്യസ് എലമെന്റ്സ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് പോയിന്റ് നമ്മള് കഴിഞ്ഞ എസ് ബ്ലോക്കിന്റെ കേസിൽ പറഞ്ഞതാണ് അയോണീകരണ ഊർജ്ജമൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്താണ്. ഇത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അയോണീകരണ ഊർജ്ജം ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ കുറഞ്ഞു വരും, പീരിയഡിൽ ലെഫ്റ്റിന് റൈറ്റിലേക്ക് പോകുമ്പോൾ കൂടി കൂടി വരും. അപ്പൊ നമ്മുടെ കയ്യിൽ എസ് ബ്ലോക്ക് എലമെന്റ് ഉണ്ട്, അതേപോലെ പി ബ്ലോക്ക് എലമെന്റ് ഉണ്ട്. എസ് ബ്ലോക്ക് എലമെന്റ് വരും, ഞാൻ രണ്ടാം പീരിയഡ് എടുക്കുകയാണ്. അപ്പോ ഇത് വരും ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ പോകും അല്ലെ? യെസ്. അപ്പൊ ഈ പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോ ഇത് എസ് ബ്ലോക്ക് ആണ്, ഇത് പി ബ്ലോക്ക് ആണ്. ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് സംഭവിക്കുക, ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരും, അയോണീകരണോർജ്ജം എന്ത് ചെയ്യും? കൂടി കൂടി വരും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് പൊതുവെ എന്ത് പറയാം? എസ് ബ്ലോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബ്ലോക്കിന്റെ അയോണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് പോയിന്റ് ഈസ് ഷോ ഹയർ അയോണൈസേഷൻ എനർജി, ഷോ higher ionization energy than S block elements. അതായത് എസ് ബ്ലോക്ക് മൂലകങ്ങളെക്കാളും അയോണീകരണ ഊർജ്ജം പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് കൂടുതലായിരിക്കും. അതിൽ ഏറ്റവും ഹയസ്റ്റ് ആർക്കായിരിക്കും വരിക? യെസ്, അങ്ങനെ കൂടി കൂടി ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവസാനം നിയോൺ ആണ് വരുന്നത്. മീൻസ് ഏത് ഗ്രൂപ്പാണ്? 18th ഗ്രൂപ്പ് മൂലകങ്ങൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് വരും. ഓക്കെ, സാധാരണ 18th ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതൽ. എന്താ അയോണീകരണ ഊർജ്ജം എന്ന് വെച്ചാൽ അവസാനത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യേണ്ട കുറഞ്ഞ ഊർജ്ജമാണ്. നമുക്കറിയാം ഈ നോബിൾ ഗ്യാസസിൽ അല്ലെങ്കിൽ 18ാം ഗ്രൂപ്പ് ഓൾറെഡി സ്റ്റേബിൾ ആണ് ഡ്യൂ ടു ദെയർ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ. അഷ്ടകം അല്ലെ, ഒക്ടറ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് അവര് ഓൾറെഡി സ്ഥിരതയുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ സാധാരണ പറയും 18th ഗ്രൂപ്പിനായിരിക്കും അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതൽ വരിക. ഓക്കെ, പക്ഷെ നമ്മൾ എന്താണ് ആ 18th ഗ്രൂപ്പിനെ അങ്ങോട്ട് ഒഴിച്ചു നിർത്തിയാല് നമുക്ക് ആരെ പറയാം? 18th ഗ്രൂപ്പ് തൊട്ട് മുമ്പ് ഏതാണ്? 17th ഗ്രൂപ്പ്. 17th ഗ്രൂപ്പിന് കൂടുതലെന്ന് പറയാം. അപ്പൊ പൊതുവെ നിങ്ങൾ എന്ത് ചെയ്യുക? 18ാം ഗ്രൂപ്പിനായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരിക. പക്ഷെ 18ാം ഗ്രൂപ്പ് അങ്ങനെ രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ 17ാം ഗ്രൂപ്പിനായിരിക്കും കൂടുതലായിട്ട് വരിക. ജസ്റ്റ് നമ്മൾ നോക്കുക, ഷോ ഹയർ അയണൈസേഷൻ എനർജി ദാൻ എസ് ബ്ലോക്ക് എലമെന്റ്സ്. അതായത് അതിൽ ഏറ്റവും കൂടുതൽ 18th ഗ്രൂപ്പിനാണ് എന്ത് വരിക? ഹയസ്റ്റ് അല്ലെ, അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്കായിരിക്കും. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അയോണീകരണ ഊർജ്ജം പോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഡെഫിനേഷനൊക്കെ വീണ്ടും ഞാൻ ഡിസ്കസ് ചെയ്തതാണ്, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. അവിടെ എന്തായാലും ട്രെൻഡ് പറഞ്ഞത് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരും. എന്നാൽ ഒരു പീരിയഡിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുക? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? കൂടി കൂടി വരും. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് നിങ്ങൾ നോക്കുക, താഴേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും,
അത് പീരിയഡ് അങ്ങോട്ട് പോകുമ്പോൾ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടി വരും. ആരെ നിങ്ങൾ ഒഴിവാക്കുക? നമ്മുടെ ആരെ ഒഴിവാക്കുക നിങ്ങൾ? യെസ്, നോബിൾ ഗ്യാസസിനെ അങ്ങോട്ട് ഒഴിവാക്കുക. മീൻസ് നോബിൾ ഗ്യാസസിന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല, ഇലക്ട്രോണിനെ വാങ്ങേണ്ട ആവശ്യമില്ല. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ, ഈ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിനൊക്കെ എത്തുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഫ്ലൂറിന് ഏറ്റവും മാക്സിമം ആയിട്ട് മാറി. ഈടുന്ന താഴത്തേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പോ ഈ പീരിയോഡിക് ടേബിളില് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ആരാണെന്ന് പറയാം? ഫ്ലൂറിൻ ആണെന്ന് പറയാം. ഓക്കെ, അതായത് അടുത്തൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫ്ലൂറിൻ ഈസ് ദ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. ഫ്ലൂറിൻ ഈസ് ദ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. അതിന്റെ പീരിയഡും നിങ്ങൾ അതേപോലെ തന്നെ ഏതാണ് ഗ്രൂപ്പും മനസ്സിലാക്കി വെക്കുക. ഏത് പീരിയഡിലാണ് വരുന്നത്? യെസ്, സെക്കൻഡ് പീരിയഡ് ആണ്. ഏത് പീരിയഡിലാണ്? സെക്കൻഡ് പീരിയഡിലാണ് വരിക. എത്രാമത്തെ ഗ്രൂപ്പാണ് വരിക? 17th ഗ്രൂപ്പ്. രണ്ടാമത്തെ പീരിയഡില് 17ാമത്തെ ഗ്രൂപ്പിലാണ് ആര് വരുന്നത്? നമ്മുടെ ഫ്ലൂറിൻ വരും. ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കും. പിന്നെ ട്രെൻഡ് ഒക്കെ നിങ്ങൾ പഠിച്ചത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അഡീഷണൽ ആയിട്ടൊന്നും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും, പീരിയഡില് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരും. ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയ എലമെന്റ് ആരാണ്? ഫ്ലൂറിൻ ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ദ നെക്സ്റ്റ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അയണൈസേഷൻ എനർജി പറഞ്ഞു, ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഒരു പോയിന്റ് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ. എന്തായിരുന്നു ഓക്സീകരണാവസ്ഥ വെച്ചാൽ? രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ഒന്നുകിൽ ഇലക്ട്രോണെ ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോണെ സ്വീകരിക്കാം. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ചാർജിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ നമ്മൾ പഠിച്ചത്. എസ് ബ്ലോക്കിന്റെ കേസിൽ അവർ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമാണ് കാണിക്കുക. ഫസ്റ്റ് ഗ്രൂപ്പ് +1 ആണ്, സെക്കൻഡ് ഗ്രൂപ്പ് +2 ആണെന്ന് പഠിച്ചു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു, ഓക്സീകരണാവസ്ഥ. ഓക്കെ, അപ്പൊ ഈ കേസിലുകൾ നോക്കിക്കോ. ഇപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ നോക്കുക. അലുമിനിയം അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര +3 ആണ്. ഓക്കെ, Al3+. അലുമിനിയം സാധാരണ കാണിക്കുന്ന ഓക്സീകരണാവസ്ഥ +3 ആണ്. മീൻസ് അവർ രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അതേപോലെ നമ്മളെ ടിന്ന് എന്ന് പറഞ്ഞ ഒരാൾ, ടിന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ടിന്ന് 2+ ആയിട്ടാണ്, 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും. മീൻസ് ഓക്സീകരണാവസ്ഥ +2 ആണ്. നമ്മുടെ ഫ്ലൂറിൻ എന്ന് പറയുന്ന ആള്, ഓക്കെ, വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്, 1 ഇലക്ട്രോൺ സ്വീകരിക്കും. അപ്പോൾ അതെന്തായിട്ട് മാറും? F- ആയിട്ട് മാറും. മീൻസ് അതിന്റെ എന്താണ്? F- ആയിട്ട് മാറുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഓക്സിജൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, 2 ഇലക്ട്രോൺ സ്വീകരിക്കും, അപ്പോൾ അതെന്തായിട്ട് മാറും? O2- ആയിട്ട് മാറും. മീൻസ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സീകരണാവസ്ഥ -2 ആണ്. അപ്പൊ നമ്മളിവിടെ നോക്കുക, ഈ ബ്ലോക്കില് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന മൂലകങ്ങളുണ്ട്, നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന മൂലകങ്ങളുണ്ട്. ഓക്കെ, അതായത് ദിസ് ബ്ലോക്ക് കൺസിസ്റ്റ് എലമെന്റ്സ് വിത്ത് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് എലമെന്റ്സ് വിത്ത് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ആളുണ്ട്, നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള മൂലകങ്ങളുണ്ട്. അതായത് പി ബ്ലോക്കിൽ പോസിറ്റീവ് ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകങ്ങളും നെഗറ്റീവ് ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കും. ഓക്കെ, യെസ്. ഒരു പോയിന്റ് വേണം നമുക്ക്. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, ഇതിനകത്ത് ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോഹങ്ങള് രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനാണ് ശ്രമിക്കുക. എന്നാൽ അലോഹങ്ങള് രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുക? ഇലക്ട്രോണിനെ സ്വീകരിക്കാനാണ് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഈ അലുമിനിയം, ഗാലിയം, ടിന്ന്, ഇൻഡിയം, ലെഡ് ഒക്കെ എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഈ ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഇങ്ങനെയുള്ള നോൺ മെറ്റലുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുക? ഇലക്ട്രോണിനെ സ്വീകരിക്കാനാണ് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇതിപ്പോ ബോറോൺ എന്ന് പറയുന്നത് എന്താണ്? ബോറോൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ നോൺ മെറ്റൽ. അലുമിനിയം എന്താണ്? മെറ്റൽ ആണ്. കാർബൺ എന്താണ്? നോൺ മെറ്റൽ. സിലിക്കൺ, ജെർമേനിയം എന്താണ്? മെറ്റലോയിഡ് ആണ്. ടിന്ന്, ലെഡ് ഇതൊക്കെ എന്താണ്? ഫ്ലവർ അല്ലെ, ഇവരൊക്കെ എന്താണ്? ടിന്ന്, ലെഡ് ഒക്കെ എന്താണ്? മെറ്റൽസ് ആണ്. അപ്പൊ ആദ്യം നോൺ മെറ്റല്, മെറ്റലോയിഡ്, മെറ്റൽ. നൈട്രജൻ, ഫോസ്ഫറസ് നോൺ മെറ്റൽ. ആർസനിക്, ആന്റിമണി എന്താണ്? മെറ്റലോയിഡ്. നെക്സ്റ്റ് ഏതാണ്? മെറ്റൽ. അപ്പൊ ഡൗൺ ദ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? ലോഹീയ സ്വഭാവം കൂടി വരും. അലോഹം, ഉപലോഹം, ലോഹം എന്ന രീതിയിൽ. ഇനി ഒന്നാമത്തെ പീരീഡ് നോക്കിക്കോ, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ബോറോൺ എന്താണ്? നോൺ മെറ്റൽ. ഇതെല്ലാം നോൺ മെറ്റൽ തന്നെയാണ്.
ഈ ഗ്രൂപ്പ് എടുത്തു നിങ്ങൾ, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ ഒക്കെ എടുത്തു. അലുമിനിയം മെറ്റൽ ആണ്, സിലിക്കൺ മെറ്റലോയിഡ് ആണ്, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗണിക് എന്താണ്? നോൺ മെറ്റൽസ് ആണ്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഡൗൺ ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് എടുക്കുക, ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ലോഹീയ സ്വഭാവം കൂടി കൂടി വരും. ഓക്കെ, ലോഹത്തിന്റെ സ്വഭാവം കൂടുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അലോഹത്തിന്റെ സ്വഭാവം കുറയുക എന്നാണ്. രണ്ട് ഓപ്പോസിറ്റ് ഓർത്ത് നോക്കണം. ഇനി ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഓക്കെ, ലോഹീയ സ്വഭാവം കുറഞ്ഞു വരുന്നു. മീൻസ് അലോഹീയ സ്വഭാവം എന്ത് ചെയ്യുന്നു? കൂടി കൂടി വരുന്നു. മാറാൻ പാടില്ല. ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോ ഓക്കെ, ഡൗൺ ദ ഗ്രൂപ്പ്, ഡൗൺ ദ ഗ്രൂപ്പ്, ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? മെറ്റാലിക് ക്യാരക്ടർ. ഓക്കെ, എന്താണ്? ലോഹീയ സ്വഭാവം, ലോഹീയ സ്വഭാവം എന്ത് വരുന്നു? കൂടി വരുന്നു. ഓക്കെ, ഗ്രൂപ്പിൽ. പീരിയഡിലോ, ഒരു പീരിയഡിൽ ഏറിനടുത്തേക്ക് പോകുമ്പോ ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് കൂടി വരുന്നത്? അലോഹീയ സ്വഭാവം എന്ത് വരുന്നു? കൂടി വരുന്നു. മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണ്? ലോഹത്തിന്റെ സ്വഭാവം കൂടുക എന്ന് പറയുമ്പോൾ അലോഹത്തിന്റെ സ്വഭാവം കുറഞ്ഞു വരുന്നതാണ്. ഓക്കെ, ലോഹത്തിന്റെ സ്വഭാവം കുറയാന്ന് പറയുമ്പോൾ എന്താണ്? അലോഹീയ സ്വഭാവം കൂടി വരിക എന്നാണ്. ഈ ജസ്റ്റ് ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കി വെക്കുക. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് പോകുമ്പോൾ ലോഹീയ സ്വഭാവം കൂടി വരുന്നു. ഒരു പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താണ്? എന്ത് സ്വഭാവമാണ്? അലോഹീയ സ്വഭാവം കൂടി വരുന്നു. ഓക്കെ, ഡൗൺ ദ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ആൻഡ് വൈൽ മൂവിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് യെസ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. ഈ രണ്ട് പോയിന്റുകൾ ഓർത്തു വെക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. നെക്സ്റ്റ് വൺ മോർ പോയിന്റ്. ഞാൻ എസ് ബ്ലോക്കിന്റെ കേസിൽ പറഞ്ഞതാണ്, ദ ഫോംസ് majority of the compounds formed by S block elements are ionic in nature. Means അവർ അയോണിക് സംയുക്തങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമുക്ക് നോക്കാം. ഇപ്പോ ഒരു എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, ഓക്കെ, പൊട്ടാസ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്. അനദർ കാറ്റഗറി ഞാൻ എഴുതാണ് CH4, another one NH3, another one CCl4. മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ക്ലോറിൻ ഏതാണ്? പി ബ്ലോക്ക് ആണ്. യെസ്, ഓക്സിജൻ എന്താണ്? പി ബ്ലോക്ക് ആണ്. കാർബൺ, നൈട്രജനും എന്താണ്? ക്ലോറിനും എന്താണ്? കാർബണും ഇവരൊക്കെ എന്താണ്? പി ബ്ലോക്ക് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ് ഒക്കെ എന്താണ്? അയോണിക് കോമ്പൗണ്ടുകളാണ്. എന്നാൽ മീഥൈനും അമോണിയയും CCl4 ഒക്കെ എന്താണ്? കോവാലന്റ് കോമ്പൗണ്ടുകളാണ്. കോവാലന്റ്. അപ്പൊ എസ് ബ്ലോക്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? അയോണിക സംയുക്തങ്ങൾ മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. എന്നാൽ ഈ കേസിൽ പി ബ്ലോക്കിലുള്ള എലമെന്റുകൾ അയോണിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്, കോവാലന്റ് കോമ്പൗണ്ട്സും ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞതും അല്ല അഡീഷണൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 13 to 18. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പൊതുവായിട്ട് NS2 NP1 to 6 എഴുതാം. സോളിഡും ലിക്വിഡും ഗ്യാസസും ഉണ്ട് ഇതിനകത്ത്. മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്. അയോണീകരണ ഊർജം എസ് ബ്ലോക്കിനേക്കാളും കൂടുതലായിരിക്കും. 18ാം ഗ്രൂപ്പ് ആയിരിക്കും ഹയസ്റ്റ് ആയിട്ട് വരിക. ഓക്കെ, യെസ്. നെക്സ്റ്റ് എന്താണ്? ഫ്ലൂറിൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ആയിട്ട് വരുന്നത്. അതിന്റെ പൊസിഷൻ 2ാമത്തെ പീരീഡിലും 17ാമത്തെ ഗ്രൂപ്പിലുമാണ്. ഇനി ചില എലമെന്റുകൾ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, ചില എലമെന്റുകൾ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ലോഹത്തിന്റെ സ്വഭാവം കൂടി വരും. ഒരു പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അലോഹത്തിന്റെ സ്വഭാവം കൂടി വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, പീരിയോഡിക് ടേബിളില് ഏറ്റവും റൈറ്റില് ടോപ്പ് സൈഡാണ്, മുകൾ ഭാഗത്തായിട്ടാണ് ആരുണ്ടാവുക? അലോഹങ്ങൾ ഉണ്ടാവുക. പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ വരുന്നതിനനുസരിച്ചിട്ട് ആര് വരും? ലോഹങ്ങൾ വരും. ഈ കാര്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞത്? അതായത് പി ബ്ലോക്ക് എലമെന്റ്സ് ഫോംസ് ബോത്ത് അയോണിക് കോമ്പൗണ്ട്സ് ആൻഡ് കോവാലന്റ് കോമ്പൗണ്ട്സ്. അതായത് അയോണിക സംയുക്തങ്ങൾ ഫോം ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സഹസംയോജക സംയുക്തങ്ങളും ആരുണ്ടാക്കുന്നുണ്ട്? പി ബ്ലോക്ക് മൂലകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി ഇത്രയാണ് നിങ്ങൾക്കുള്ള പോയിന്റ്സ്. നെക്സ്റ്റ് ടെക്സ്റ്റിൽ ഒരു ടേബിള് കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. യെസ്, അതില് 2 എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് എലമെന്റ് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്.
യഥാർത്ഥമല്ല സിമ്പിൾ. രണ്ടാമത്തെ എലമെന്റ് y എന്ന് കൊടുത്തിട്ടുണ്ട്. എക്സിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2 എന്നും വൈയുടേത് 3s2 3p5 എന്നും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു പോയിന്റ്, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞു. ഓക്കെ, കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 എന്ന് എഴുതാം. ഇതിന്റെ കേസിൽ എങ്ങനെ എഴുതും? യെസ്, 1s2 2s2 2p6 3s2 ആൻഡ് 3p5 എന്ന് എഴുതും. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആരെണ്ണം കൗണ്ട് ചെയ്താൽ മതി, ഇലക്ട്രോണുകളുടെ എണ്ണം കൗണ്ട് ചെയ്താൽ പോരെ, മതി. 2 4 10 12 ആണ് ആദ്യത്തേത്. 2 4 10 12 5 എത്രയാണ്? 17 ആണ് രണ്ടാമത്തെ കേസിൽ വരും. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് ഏത് ബ്ലോക്ക് ആണ്, ഏത് ഗ്രൂപ്പ് ആണ്, ഏത് പീരിയഡ് ആണ്. അതായത് ഫസ്റ്റ് ഞാൻ എഴുതുന്നു, ബ്ലോക്ക് എഴുതാൻ വേണ്ടി പോവാണ്, പിന്നെ അത് ഏത് ഗ്രൂപ്പ് ആണ്, പിന്നെ ഏത് പീരിയഡ് ആണ്. ഈ കാര്യങ്ങളും കൂടി ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ബ്ലോക്ക് ലാസ്റ്റ് ഇലക്ട്രോൺ എസ് ആയതുകൊണ്ട് എസ് ബ്ലോക്ക് ക്ലിയർ. ലാസ്റ്റ് ഇത് ഈ കേസിൽ എസ് ബ്ലോക്ക്, ബ്ലോക്ക്, ഗ്രൂപ്പ് ആൻഡ് പീരിയഡ്. എസിലായതുകൊണ്ട് എസ് ബ്ലോക്ക്, ഇത് പിയിലായതുകൊണ്ട് പി ബ്ലോക്ക്. ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കിട്ടുക? ഇതാ എസില് അല്ലെ, എസില് 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ എത്രാമത്തെ ഗ്രൂപ്പാണ്? രണ്ടാമത്തെ ഗ്രൂപ്പാണ്. പിയുടെ കേസിൽ എന്താ പറഞ്ഞത്? അവസാനത്തില് 5ഉം ഈ 2ഉം 7 കൂട്ടുക. 7നോട് എത്ര കൂട്ടണം? 10 കൂട്ടണം അല്ലെ. 10 7 എത്ര വരും? 17ാമത്തെ ഗ്രൂപ്പാണ്. പീരിയഡ് നോക്കുക, ലാസ്റ്റത്തെ ഷെൽ നമ്പർ നോക്കുക 3, അപ്പൊ തേർഡ് പീരിയഡ്. ഇതിനും ലാസ്റ്റത്തെ ഷെൽ നമ്പർ 3, അപ്പോഴേത് പീരിയഡ്? യെസ്, തേർഡ് പീരിയഡ്. ആ ടേബിൾ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പ്ലസ് എക്സും വൈയും കൂടി ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ എന്താണ് ഫോർമുല, തന്മാത്രാവാക്യം അല്ലെങ്കിൽ രാസസൂത്രം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. അതിനകത്ത് നോക്കിയോ, അത് പറയുന്നതിന് മുമ്പ് ആർക്കാണ് വാലൻസി 1, വാലൻസി സംയോജകത 1 ആയ എലമെന്റ് ഏതെന്നാണ് ചോദ്യം. സംയോജകത 1 ആയത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇതിന്റെ കേസിൽ സംയോജകത എത്രയായിരിക്കും വരിക? 1s2 2s2 2p6 3s2 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സംയോജകത എത്രയാണ്? 2 ആണ്. ഇതിന്റെ കേസിൽ 5 2 7 ആണ് ബാഹ്യതമ ഷെല്ലിലുള്ളത്. ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പോൾ ഇതിന്റെ സംയോജകത എത്രയാണ്? 1 ആണ്. അതായത് വാലൻസി 1 കാണിക്കുന്ന മൂലകം ആരാണ്? y ആണ്. ഓക്കെ, പിന്നെ ചോദിച്ചത് ഇതിനകത്ത് മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ആർക്കാണ്? മെറ്റാലിക് ക്യാരക്ടർ അല്ലെങ്കിൽ മെറ്റൽ ആര് എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം മെറ്റൽസ് എന്താണ്? ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കും. ഞാൻ പറഞ്ഞു, ഈ എക്സ് എന്ന് പറയുന്ന ആളെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, എന്നാൽ വൈ എന്ന് പറയുന്ന ആൾ 1 ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പൊ എങ്ങനെ വരിക? യെസ്, ഈ കേസിൽ എന്താണ് മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആളാരാണ്? എക്സ് ആണ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഇതിനകത്ത് ആർക്കാണ് അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതൽ? അയോണീകരണ ഊർജം ഏറ്റവും കൂടുതൽ ആർക്കാണെന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ നോക്കിക്കോ, ഈ എക്സ് എന്ന എലമെന്റ് തേർഡ് പീരിയഡ് ആണ്, വൈ എന്ന എലമെന്റ് തേർഡ് പീരിയഡ് ആണ്. ഓക്കെ, എക്സിൻ്റെത് അറ്റോമിക് നമ്പർ 12, വൈയുടേത് 17. അപ്പൊ നമ്മൾ എങ്ങോട്ടേക്ക് പോകും? പീരിയോഡിക് ടേബിൾ പീരിയഡില് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ 12 എന്ന് പറയുന്ന ആളാരാണ്? മെഗ്നീഷ്യം ആണ്. 17 അറ്റോമിക് നമ്പർ ആയ ആളാരാണ്? നമ്മുടെ ക്ലോറിൻ ആണ്. അതായത് ഇത് ഒന്ന് ക്ലോറിനും, ഇതിന് ഈ സൈഡ് ആരുണ്ട്? യെസ്, ഇവിടെ ആരുണ്ട്? മെഗ്നീഷ്യം ഉണ്ട്. അപ്പൊ മെഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കിക്കോ, അയോണീകരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പീരിയഡില് ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകുമ്പോൾ അയോണീകരണ ഊർജ്ജം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആർക്കാണ് വരിക? എക്സിനാണോ വരിക? വൈക്കാണ് വരിക? യെസ്, ആർക്കാണ് വരുന്നത്? വൈക്കായിരിക്കും അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതൽ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ചോദ്യം ചോദിച്ചാൽ എന്താ അറിയോ? ഞാൻ ആദ്യം പറഞ്ഞു, എക്സും വൈയും തമ്മിൽ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ആളുടെ ഫോർമുല എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ എഴുതാൻ പറഞ്ഞു? നമ്മള് എക്സ് എഴുതി, വൈ എഴുതി. എക്സിന്റെ സംയോജകത വാലൻസി 2 ആണ്, വൈയുടെ എത്രയാണ്? 1 ആണ്. ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് വൈ, എക്സിന്റെ താഴെ 1ഉം വൈയുടെ താഴെ 2, XY2 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി. ഈ 12 അറ്റോമിക് നമ്പർ 12 ആയ മൂലകം മാഗ്നീഷ്യം ആണ്, 17 ആയ മൂലകം ആരാണ്? ക്ലോറിൻ ആണ്. അപ്പൊ എക്സിന് പകരം ഇത് എഴുതിയിട്ടില്ല ടെക്സ്റ്റിനകത്ത്, ഞാൻ സൂചിപ്പിക്കുന്നേ ഉള്ളൂ. Mg എന്താണ്? Cl2 ആണ് യഥാർത്ഥ എന്താണ് ഫോർമുല വരുന്നത്. ഈ കാര്യം കൂടിയാണ് ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്.
ഇത്രയാണ് പി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. ഓക്കെ, ഇതിനേക്കാളും കൂടുതൽ അഡീഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ പഠിക്കും, ഹയർ സെക്കൻഡറി ലെവലിൽ നമ്മൾ പഠിക്കും. ഇനി നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം, എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ നോക്കാം. ഓക്കെ, യെസ്, എഫ് ബ്ലോക്ക് എലമെന്റ്സ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. എലമെന്റിന്റെ പേരൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കുക. നമ്മൾ പറഞ്ഞതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ശരിക്കും 6ാമത്തെ പീരീഡിന്റെയും 7ാമത്തെ പീരീഡിന്റെയും പാർട്ടാണ്. പക്ഷെ അവിടെ വെച്ചാൽ ചില ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പീരിയോഡിക് ടേബിൾ സെപ്പറേറ്റ് ആയിട്ട് ഏറ്റവും താഴെയായിട്ട് 2 നിരകളിലായിട്ടാണ് ആരുള്ളത്, നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഉള്ളത്. ഓക്കെ, അതാണ് അതിന്റെ പൊസിഷൻ പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 6th പീരീഡിൽ ലന്ധാനത്തിന് ശേഷം വരേണ്ട ഈ 14 എലമെന്റുകളെ ലന്ധാനത്തിന് ശേഷം ആയതുകൊണ്ട് അവർ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ്സ്, ലാന്തനോയിഡ്സ്, അല്ലെങ്കിൽ അവരെന്ത് വിളിക്കും, ലാന്തനോയിഡുകൾ. മലയാളത്തിൽ അല്ലേ, ലാന്തനോയിഡുകൾ, ലാന്തനോയിഡുകൾ എന്നാണ് വിളിക്കുന്നത്. എത്ര എലമെന്റ്സ് ഉണ്ട്? 14 എലമെന്റ്സ് ഉണ്ട്. 14 എലമെന്റ്സ്. ഒന്നാമത്തെ റോ. രണ്ടാമത്തെ റോ ഏതാണ്? അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 7th പീരീഡ് ആണ്. 7th പീരീഡിൽ ആൾക്കാർ നമ്മൾ എന്ത് വിളിക്കും, ആക്ടിനോയിഡുകൾ അല്ലെ, ആക്ടിനോയിഡ്സ്, 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 ആക്ടിനോയിഡുകൾ എന്ന് വിളിക്കും. അതും എത്ര എലമെന്റുകൾ ഉണ്ട്? 14. എന്തുകൊണ്ടാണ് 14 എലമെന്റുകൾ വരുന്നത്? യെസ്, എഫ് ബ്ലോക്ക് ആണ്. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എഫ് സബ്ഷെല്ലാണ്. എഫ് സബ്ഷെല്ലിൽ മാക്സിമം 14 ഇലക്ട്രോണുകൾ വരെ എന്നറിയാം. ഓക്കെ, അപ്പൊ ഓരോ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ സീരിയത്തിൽ ഒരു ഇലക്ട്രോൺ, എഫിൽ ഒരു ഇലക്ട്രോൺ അറിയാം വിചാരിച്ചു. ഇഴെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു ഇലക്ട്രോൺ അറിയും. അങ്ങനെ എത്ര എണ്ണം വരെ എന്നറിയാം? 14 എണ്ണം വരെ. അപ്പൊ 14 ഇലക്ട്രോണുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, 14 എലമെന്റുകൾ. ഓക്കെ, നേരത്തെ പിയിൽ ഞാൻ പറഞ്ഞു 6 എണ്ണം വരെ എന്നറിയാം. ഓക്കെ, അതേപോലെ എഫിൽ 14 എണ്ണം വരെ, മീൻസ് 14 എലമെന്റുകൾ ഇട്ടും ഇവിടെ 14 എലമെന്റുകൾ. അപ്പൊ ലാന്തനോയിഡ്സിൽ 14 എലമെന്റ്സ് ഉണ്ട്, ആക്ടിനോയിഡ്സിലും 14 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, യെസ്. ഇനി നേരത്തെ പറഞ്ഞത് തന്നെയാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ ഫിൽ ചെയ്യുന്നത്? യെസ്, ലാസ്റ്റ് ഇലക്ട്രോൺസ് ആർ, മുമ്പ് സൂചിപ്പിച്ചതാണ്, ആർ ഫിൽഡ് അപ്പ് ഇൻ ദ ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ. അതിൽ ഏത് സബ്ഷെല്ലായിരിക്കും? എഫ് സബ്ഷെല്ലായിരിക്കും. മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ്? യെസ്, അവസാനത്തെ ഇലക്ട്രോണുകൾ വന്നു നിറയുന്നത് അവസാനത്തെ ഷെല്ലിന്റെ ഉള്ളിലുള്ളതിന്റെ ഉള്ളിൽ. അവസാനത്തതല്ല, അതിന് തൊട്ട് മുമ്പിലത്തതല്ല, അതിന് തൊട്ട് മുമ്പില്. മുമ്പ് ഞാൻ കാണിച്ചതാണ്. ഇതിപ്പോ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് അവസാനത്തെ ഷെല്ല്, വാലൻസ് ഷെൽ. തൊട്ട് മുമ്പിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വിളിക്കും. അതിനു മുമ്പിൽ തന്നെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ആന്റി പെനൾട്ടിമേറ്റ് എന്ന് വിളിക്കും. അപ്പൊ ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് എഫ് ബ്ലോക്കിന്റെ കേസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. യെസ്, മുമ്പ് പറഞ്ഞത് തന്നെയാണ്. യെസ്, നെക്സ്റ്റ് ഡി ബ്ലോക്ക് പറയുമ്പോൾ പറയേണ്ട ഒരു പോയിന്റ് ആണ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ചാൽ എന്താണ്? വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നോക്കിയാല് അയൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുണ്ട്, അയൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുണ്ട്. അയൺ +2 സ്റ്റേറ്റിലുണ്ട്, +3 മീൻസ് 2 വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇതുപോലെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്താണ്? വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡി ബ്ലോക്കിനെ പോലെ തന്നെ ഇതിനകത്ത് എഫ് ബ്ലോക്കിനകത്ത് മിക്കവയും എന്ത് കാണിക്കുന്നുണ്ട്? വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുണ്ട്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ, ലൈക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആൾസോ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ എഫ് ബ്ലോക്കിലെ മിക്ക മൂലകങ്ങളും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് പോയിന്റ്, most of them are radioactive and artificial elements. അതായത് എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ എന്താണ്? മിക്കവയും എന്താണ്? എഫ് ബ്ലോക്ക് മൂലകങ്ങളിലല്ല. യെസ്, മോസ്റ്റ് ഓഫ് ദ ആക്ടിനോയിഡ്സ് ആരാണ്? ആക്ടിനോയിഡുകളിൽ മിക്കവയും എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. അതേപോലെ തന്നെ എന്താണ്? ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ യെസ്, മനുഷ്യനിർമ്മിതമാണ്. അതായത് ആക്ടിനോയിഡുകളിൽ മിക്ക ആക്ടിനോയിഡ്
മൂലകങ്ങളും എന്തെന്ന് പറയുന്നത് നമുക്ക് റേഡിയോ ആക്റ്റീവ് ആണ്. അതുപോലെ അവരെന്താണ് മനുഷ്യനിർമ്മിതവുമാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഓർത്ത് നോക്കുക, യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങളൊക്കെ എന്താണെന്നറിയോ ആർട്ടിഫിഷ്യൽ ആണ്. അപ്പൊ നമുക്ക് ഈ ആക്ടിനോയിഡ്സിൽ യുറേനിയത്തിന് ശേഷമുള്ള ഇവരൊക്കെ എന്താണ് ആർട്ടിഫിഷ്യൽ ആണ്, മനുഷ്യനിർമ്മിതമാണ്. പിന്നെ റേഡിയോ ആക്ടിവിറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് യുറേനിയം റേഡിയോ ആക്റ്റീവ് ആണ്, തോറിയം റേഡിയോ ആക്റ്റീവ് ആണ്, പ്ലൂട്ടോണിയം ഒക്കെ എന്താണ് റേഡിയോ ആക്റ്റീവ് ആണ് എന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, യെസ്. അപ്പൊ യുറേനിയം, ഓക്കെ, പിന്നെ ആരാണ് തോറിയം, പ്ലൂട്ടോണിയം എക്സെട്ര. They are used as fuel in nuclear reactors. ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ആര് ഉപയോഗിക്കുന്നുണ്ട്? യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം പോലെയുള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഇതിൽ മിക്ക മൂലകങ്ങളും ഉൽപ്രേരകങ്ങൾ എന്ന് പറഞ്ഞൊരു കാര്യം. എന്താണ് ഉൽപ്രേരകങ്ങൾ? കാറ്റലിസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. ഉൽപ്രേരകം എന്ന് വെച്ചാൽ എന്താണ്? സ്വയം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാതെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും, ഇപ്പൊ നമ്മുടെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ആ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വാട്ടർ കിട്ടുന്നുണ്ടോ? ഇല്ല. മഴ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. പക്ഷെ അന്തരീക്ഷത്തിലുള്ള ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടല്ല ആരുണ്ടാവുന്നത്? വെള്ളം ഉണ്ടാകുന്നത്. അതിന് കാരണം എന്താ വെച്ചാല് സാധാരണ നിലയിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള പ്രവർത്തനം എന്ന് വെച്ചാൽ അതിന്റെ റേറ്റ് അല്ലെങ്കിൽ അതിന്റെ വേഗത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, സാധാരണ കണ്ടീഷനിൽ അവർ കമ്പൈൻ ചെയ്യില്ല. എന്നാൽ പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ഉൽപ്രേരകമായിട്ട് എടുക്കുകയാണെങ്കിൽ പ്ലാറ്റിനത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യും? നമുക്ക് വെള്ളം കിട്ടും. മീൻസ് അവിടെ രാസപ്രവർത്തന വേഗത കൂട്ടും. ചില കേസിൽ രാസപ്രവർത്തന വേഗത കുറക്കുന്ന ആൾക്കാർ നിങ്ങൾ പഠിക്കും. അപ്പൊ അങ്ങനെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് ഉൽപ്രേരകങ്ങൾ എന്ന് വിളിക്കുക. കാറ്റലിസ്റ്റ് ആർ ദ സബ്സ്റ്റൻസസ് they can alter the rate of a chemical reaction without itself undergoing any permanent chemical change. മലയാളത്തില് സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ, അതായത് കാറ്റലിസ്റ്റിന് ഒരു രാസമാറ്റം സംഭവിക്കില്ല. എന്നാൽ അവർക്ക് എന്ത് ചെയ്യാണ്ടി പറ്റുന്നു? രാസപ്രവർത്തന വേഗത കൂട്ടാനോ കുറക്കാനോ പറ്റും. അത് നിങ്ങൾ പിന്നീട് പഠിക്കും. ഇവിടെ ഇത്രയും പോയിന്റ് വേണ്ടു. ഇതില് ചില മൂലകങ്ങൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ പെട്രോളിയം വ്യവസായത്തില് ഉൽപ്രേരകങ്ങളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? many of them are used as catalyst in petroleum industry. അതായത് പെട്രോളിയം വ്യവസായത്തില് എന്താണ് എഫ് ബ്ലോക്ക് മൂലകങ്ങളെ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ടെക്സ്റ്റിനകത്ത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് 6th പീരിയഡിലാണ് ലാന്തനോയിഡുകൾ, 7th പീരിയഡിലാണ് ആക്ടിനോയിഡുകൾ. ഓരോന്നിലും എത്ര എലമെന്റ്സ് വീതമുണ്ട്? ലാന്തനോയിഡ്സ് 14 എലമെന്റ്സ് ഉണ്ട്, ആക്ടിനോയിഡ്സ് 14 എലമെന്റ്സ് ഉണ്ട്. ദെൻ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് ആന്റി പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ്. അവസാനത്തെ ഷെല്ലിന്റെ ഉള്ളിൽ ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. മിക്കവയും എന്ത് കാണിക്കുന്നുണ്ട്? വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവരെന്താണ്? ആക്ടിനോയിഡുകളിൽ മിക്കവയും എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്, ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്. ദെൻ എന്താണ്? ആണവ നിലയങ്ങളിൽ ആരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഇന്ധനമായിട്ട് ആരുപയോഗിക്കുന്നുണ്ട്? യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം പോലെയുള്ള മൂലകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? യെസ്, എന്താണ്? മോസ്റ്റ് ഓഫ് ദം ആർ യൂസ്ഡ് ആസ്. ഓക്കെ, എഫ് ബ്ലോക്കിലെ മിക്ക മൂലകങ്ങളെയും എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഈ പെട്രോളിയം വ്യവസായത്തില് ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് അവിടെ ചെറിയൊരു അഡീഷണൽ ആയിട്ട് അവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിന്റെ ധാതു സമ്പത്ത്, കേരളത്തിന്റെ ധാതു സമ്പത്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, മിനറൽ വെൽത്ത് ഓഫ് കേരള, ദ മിനറൽ വെൽത്ത് ഓഫ് കേരള. ഓക്കെ, അഡീഷണൽ ആയിട്ട് അവിടെ ഒരു കാര്യം കൊടുത്തതാണ്. എന്താ മിനറൽസ് വെച്ചാല്? ധാതുക്കൾ എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? ധാതുക്കളുണ്ട്, അതേപോലെ തന്നെ അയിര് എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് ഓർസ് എന്ന് പറയും, മിനറൽസ്, ഓർസ്, അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ വർഷം തന്നെ. അതൊക്കെ പിന്നീട് പഠിക്കും.
അപ്പൊ ജസ്റ്റ് ധാതുക്കൾ, അതായത് ഈ എന്താണ് ലോഹങ്ങൾ, അവരുടെ സംയുക്തങ്ങൾ അവർ ഭൂമിയിൽ കാണപ്പെടുന്നു. ഓക്കെ, ആ ലോഹ സംയുക്തങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലോഹങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേർതിരിച്ചെടുക്കണം. ഓക്കെ, അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് നോക്കുക, കേരളത്തിന്റെ ധാതു സമ്പത്ത്, ദ മിനറൽ വെൽത്ത് ഓഫ് കേരള. അപ്പൊ അത് പ്രധാനമായിട്ട് അവിടെ പറയുന്നത് നമ്മുടെ എന്താണ് ഈ കടൽ തീരമുണ്ടല്ലോ, അപ്പൊ തീരപ്രദേശങ്ങൾ, ബീച്ചിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ആ ബീച്ച് സൈഡിൽ ഒരുപാട് മണൽ ഉണ്ടല്ലേ. ഈ മണൽ എന്ന് പറയുന്നത് ധാതുക്കളെ കൊണ്ട് എന്താണ് സമ്പുഷ്ടമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരുപാട് എന്താണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതിനകത്തുണ്ട്. പ്രധാനമായിട്ടും തീരപ്രദേശങ്ങളിൽ അല്ലെ, തീരപ്രദേശങ്ങളില് ബീച്ച് സാൻഡിനകത്ത് അല്ലെ, തീരപ്രദേശങ്ങളിലുള്ള മണലെടുക്കുക. ആ മണലിനകത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മിനറൽസ് ആണ് ഒന്ന് മോണസൈറ്റ്, ഇൽമനൈറ്റ്, പിന്നെ ഒന്ന് റൂട്ടൈൽ, പിന്നെ ഒന്ന് സിർക്കോൺ. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട മിനറൽസ്, ധാതുക്കൾ. അതായത് നമ്മുടെ തീരപ്രദേശങ്ങളിലെ മണലിൽ കാണപ്പെടുന്ന ആൾക്കാർ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തുക, മോണസൈറ്റ്, എന്താണ് ഇൽമനൈറ്റ്, റൂട്ടൈല്, സിർക്കോൺ ഒക്കെയാണ്. ഇതില് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഇൽമനൈറ്റ് എന്ന് പറയുന്ന ആൾ, ഇൽമനൈറ്റ്, ഓക്കെ, ഇൽമനൈറ്റ് എന്ന ആളിൽ നിന്നാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് TiO2 എന്ന് പറയുന്ന ആൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അത് ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്ന ആള് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എവിടുന്നാണ്? ഈ ഇൽമനൈറ്റ് എന്ന ധാതുവിൽ നിന്നാണ് ടൈറ്റാനിയം ഡയോക്സൈഡ്. അതിന്റെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഓർത്ത് നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ടൈറ്റാനിയം ഡയോക്സൈഡ്. അതിന് എവിടുന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഇൽമനൈറ്റ് എന്ന ധാതുവിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. ഒരു പോയിന്റ്. ദെൻ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, മോണസൈറ്റ്. ഓക്കെ, മോണസൈറ്റ് അത് ഇറ്റ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് തോറിയം. ആരുടെ സോഴ്സ് ആണ്? ഈ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന തോറിയത്തിന്റെ സോഴ്സ് ആണ് അത്. എന്താണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്? മീൻസ് മോണോസൈറ്റ് ധാരാളം ആരടങ്ങിയിട്ടുണ്ട്? തോറിയം അടങ്ങിയിട്ടുണ്ട്. തോറിയം കഴിഞ്ഞാല് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് നിയോഡിമിയം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്നത് മോണോസൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ മോണോസൈറ്റിൽ തോറിയം ഉള്ളതുപോലെ ആരുണ്ട്? നിയോഡിമിയം ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ നിയോഡിമിയം, അതുപോലെ നമുക്ക് സീറിയം, അതായത് തോറിയം, നിയോഡിമിയം, സീറിയം ഒക്കെ നമുക്ക് തോറിയം അല്ലെ, നിയോഡിമിയം, സീറിയം, ഓക്കെ, ഇതൊക്കെ F ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പൊ ഈ ആൾക്കാർക്ക് ഇതിനകത്ത് വരുന്നുണ്ട് മോണോസൈറ്റ് എന്ന് പറയുന്ന മിനറലിനകത്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു തോറിയം എന്ന് പറയുന്നത് എവിടെയാണ്? ആണവ നിലയങ്ങൾ, ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. നിയോഡിമിയം നിങ്ങൾ ഓർത്ത് വെച്ചോ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പവർഫുൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് മാഗ്നറ്റ്സ്. അതായത് എന്താണ് നമ്മളെ ശക്തിയേറിയതും അതുപോലെ തന്നെ എന്താണ് വെയിറ്റ് കുറഞ്ഞതുമായ കാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആളാണ് നിയോഡിമിയം എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഈ സീറിയം എന്ന് പറയുന്ന ആൾ ഫ്ലിന്റ് സ്റ്റോൺ ഉരക്കല്ലുകൾ എന്ന് പറയും. സീറിയം എന്ന് പറയുന്നത് അതിനകത്ത് ഉരക്കല്ലുകളിനകത്ത് അല്ലെങ്കിൽ ഫ്ലിന്റ് സ്റ്റോൺ എന്ന് വിളിക്കുന്ന ആളിനകത്ത് വരുന്ന ആളാണ് സീറിയം എന്ന് പറയുന്ന മെറ്റൽ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക നിങ്ങൾ, നമ്മുടെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നതിൽ മിനറൽസ് ആരൊക്കെയാണ്? മോണോസൈറ്റ് ഉണ്ട്, ഇൽമനൈറ്റ് ഉണ്ട്, റൂട്ടൈൽ ഉണ്ട്, സിർക്കോൺ ഒക്കെ ഉണ്ട്. ഓക്കെ, ആ ഇൽമനൈറ്റിൽ നമുക്ക് ആരാണ്? ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് ഡെയിലി ഓക്കെ ലൈഫിൽ. ദെൻ മോണോസൈറ്റ് എന്ന് പറയുന്ന എന്താണ്? അതിനകത്ത് തോറിയം ഉണ്ട്, നിയോഡിമിയം ഉണ്ട്, സീറിയം ഉണ്ട്. ഓക്കെ, തോറിയം എന്താണ് ആണവ നിലയങ്ങൾ ഉപയോഗിക്കുന്നു. നിയോഡിമിയം എന്താണ് കാന്തങ്ങൾ അല്ലെ, ശക്തി ഏറിയതും പിന്നെന്താണ് ഓക്കെ വെയിറ്റ് കുറഞ്ഞതുമായ കാന്തങ്ങൾ ഉണ്ടാക്കാൻ. സീറിയം എന്നതാണ്? ഫ്ലിന്റ് സ്റ്റോണിനകത്ത് ഉരക്കല്ലുകളിനകത്ത് വരുന്ന ആളാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു അഡീഷണൽ ആയിട്ട് അവിടെ കൊടുത്തുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ആ പോയിന്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കും. ഇത്രയാണ് F ബ്ലോക്കിന്റെ ചില പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. അപ്പൊ നമ്മൾ ഇന്ന് ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? P ബ്ലോക്കിൻ്റെത്, അതുപോലെ തന്നെ F ബ്ലോക്കിൻ്റെതും പറഞ്ഞു. ഓക്കെ, യെസ്, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? D ബ്ലോക്കിനെ കുറിച്ചിട്ട് നോക്കാം. ഓക്കെ.